പോരൂ, മാലകൊരുക്കാൻ പോരൂ. വള്ളിക്കുടലിനുള്ളിലിരിക്കും പുള്ളിക്കുയിലെ പാടൂ, പുള്ളിക്കുയിലെ പാടൂ. മാനം പൂത്തതറിഞ്ഞില്ലേ മലർ മാലകൊരുക്കാൻ പോരൂ, മാലകൊരുക്കാൻ പോരൂ. ചിറകളോലും വിണ്ണിൽ പുല്ലാങ്കുഴലേ പാടൂ, പുല്ലാങ്കുഴലേ പാടൂ. നിന്നെയും ഓർത്താമേലെ നീലപ്പന്തലിലാരെ നിൽപ്പൂ, പന്തലിലാരെ നിൽപ്പൂ. മാല കൊരുത്തൊരു മൈലാഞ്ചിക്കൈ മാടി വിളിപ്പൂ നിന്നെ, മാടി വിളിപ്പൂ നിന്നെ. വള്ളിക്കുടലിനുള്ളിലിരിക്കും പുള്ളിക്കുയിലെ പാടൂ, പുള്ളിക്കുയിലെ പാടൂ. വെള്ളി നിലാവിൻ തോണിയിലേറി പുള്ളിക്കുയിലെ പാടൂ, പുള്ളിക്കുയിലെ പാടൂ. കാടുകൾ പൂത്തതറിഞ്ഞില്ലേ കുഞ്ഞിക്കാറ്റു പറഞ്ഞല്ലോ, കാടുകൾ പൂത്തതറിഞ്ഞില്ലേ കുഞ്ഞിക്കാറ്റു പറഞ്ഞല്ലോ. പൂമുല്ല കാട്ടിലെ ഊഞ്ഞാലിലാടുവാൻ, പൂമുല്ല കാട്ടിലെ ഊഞ്ഞാലിലാടുവാൻ. പുള്ളിക്കുയിലെ പാടൂ, പുള്ളിക്കുയിലെ പാടൂ, പുള്ളിക്കുയിലെ പാടൂ, പുള്ളിക്കുയിലെ പാടൂ. വള്ളിക്കുടലിനുള്ളിലിരിക്കും പുള്ളിക്കുയിലെ പാടൂ, പുള്ളിക്കുയിലെ പാടൂ. മാനം പൂത്തതറിഞ്ഞില്ലേ മലർ മാലകൊരുക്കാൻ പോരൂ, മാലകൊരുക്കാൻ പോരൂ. നന്നായി, വെരി നൈസ് മോളെ. പാർവണ, നല്ല രസമുണ്ട്. മുണ്ടും ബ്ലൗസും തോർത്തൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ടുണ്ട്. എന്താ പറ്റിയ ഇടയ്ക്കൊരു ബ്ലാങ്ക് ആയി പോയത്? ശ്വാസം പോയി. ഒന്ന് ശ്വാസം പോയതാന്ന്. അപ്പൊ പാട്ടും പോയില്ലേ? സാരില്ല, ചോദിച്ചു നോക്കാം. അൽഫോൻ സാർ. മോളു, ഓ എന്ത് പറ്റി? ഇടയിലൊന്ന് പേടിച്ചു പോയാ? പേടിച്ചല്ല, ശ്വാസം ഫുള്ള് പോയി. ശ്വാസം പോയി. അവിടെ നിർത്തിയില്ലെങ്കിൽ ഫുള്ള് പോയേനെ. കുഴപ്പമില്ല, അത് ഇടയ്ക്കൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാവും. പക്ഷെ താളത്തിൽ വീണ്ടും കയറിയല്ലോ. എനിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റി കിട്ടിയ നല്ലതായിരുന്നു എന്ന് തോന്നി. വള്ളിക്കുടലിനുള്ളിലിരിക്കും പുള്ളിക്കുയിലെ പാടൂ എന്നുള്ളതിന്റെ രണ്ടാമത്തെ പാടൂല്ലേ, അതിന്റെ സംഗതി കുറച്ചുകൂടി ക്ലാരിറ്റി വരണം തോന്നി. പുള്ളിക്കുയിലെ പാടൂ, പുള്ളിക്കുയിലെ, ആ ഭാഗം ഒന്ന് പാടാമോ? വള്ളിക്കുടലിനുള്ളിലിരിക്കും പുള്ളിക്കുയിലെ പാടൂ, പുള്ളിക്കുയിലെ പാടൂ. ആ, ഇപ്പൊ കറക്റ്റ് ആയിരുന്നു. നേരത്തെ പാടിയപ്പം പാടൂ, അത് ക്ലാരിറ്റി വന്നില്ല. അതെല്ലാ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് മൈന്യൂട്ട് കാര്യമാണ്, പക്ഷേ നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ. സിമ്പിൾ സംഭവമാണ്. അത് ചിലപ്പോൾ നമ്മൾ അത്ര അങ്ങോട്ട് ഫോക്കസ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് വന്നു പോകുന്നത്. മോളുടെ ആ ഒരു പ്രസൻറ്റ് ചെയ്യാൻ വന്ന രീതി കൊള്ളാം, പക്ഷെ ഒരു എന്തോ ഒരു പേടി, ഒരു പരിഭ്രമം ഉള്ള പോലെ എനിക്ക് തോന്നി മുഖത്ത് വന്നപ്പോൾ. അത് നേരത്തെ കോറസ് തെറ്റിയാണോ? ആണോ? അത് ബാലൻസ് ഉണ്ടായിരുന്നു, മറന്നുപോയി. ആ മനസാക്ഷി കുത്തുണ്ട് കുഞ്ഞിന്. അതെ അതെ, അത് അത് ചിന്തിക്കണ്ട. അങ്ങനെ നമുക്ക് പല പല തെറ്റുകൾ പറ്റും. പക്ഷെ നമ്മൾ സ്റ്റേജിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് ഇത് പുതിയ സംഭവമാണ്. ഇറ്റ്സ് എ ഫ്രഷ് സ്റ്റാർട്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും മറന്നിട്ട് വേണം ഇങ്ങോട്ട് കയറാനായിട്ട് കേട്ടോ. അപ്പോൾ സ്റ്റേജിൽ നിന്ന് പാടുന്ന സമയത്ത് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫ്രീഡം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പാട്ട് പാടുന്നുണ്ടായിരുന്നു, സംഗതികളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും നമുക്കറിയാലോ ഇതൊരു പാട്ട് നല്ല എനർജിയുള്ള പാട്ടല്ലേ അല്ലേ? അപ്പോൾ അതിന് നമുക്ക് ഉണ്ടാകാമായിരുന്ന കുറച്ചുകൂടെ ഒരു എനർജി വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. മക്കളെ കുഞ്ഞേ,
നല്ല രസമുള്ള ഒരു പാട്ട് മോളെ. മോള് ഒരു എനിക്ക് മോടെ എലിമെൻസിൽ ഇന്ന് ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല. നീ പാടുന്ന ഒരു കിട്ടിയില്ല. അതാണ് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷേ മോൾ ഇങ്ങനെയല്ല പാടുന്നത്. നമ്മൾ കുറേയും കൂടെ നല്ല രസത്തിൽ പാടും. ഞാൻ ആ ശ്വാസം അതിൻ്റെ കാര്യമല്ല പറയുന്നത്. നമ്മൾ പാട്ട് മൊത്തം നമ്മളിങ്ങനെയല്ല, കുറച്ചും കൂടെ ഒരു ലൈഫ് ഉണ്ടാവുന്ന നീ പാടിയാൽ. അത് ഏതുതരം പാട്ട് നീ ഈസിയായിട്ട് എടുത്തുകൊണ്ട് വന്ന് പാടുമല്ലോ. ഇപ്പം എനിക്ക് അതിൻ്റെ ഒരു വൈബ് കിട്ടിയില്ല കേട്ടോ. ഓക്കെ സാർ. പിന്നെ ഇപ്പം അൽഫോൺസ് പറഞ്ഞില്ലേ, മോക്ക് എപ്പോഴും അവിടെ വരുമ്പോൾ ഒരു പേടിയും പരിഭ്രമവും ആകപ്പാടെ. ഈ കള്ളക്കടത്ത് സാധനങ്ങളൊക്കെ കടത്തുന്നവർക്ക് ഈ ചെക്ക് പോസ്റ്റ് കാണുമ്പോൾ ഒരു ഭീതി വരും. അതുപോലെ മോള് വന്നു എന്ന് പാടുമ്പോൾ മോക്ക് ആ ഭീതി എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പാടൂ, വന്നു അല്ല പാടൂ. അതൊന്നും നമുക്ക് പാടി അങ്ങ് ശരിയാക്കി അൽഫോൺസിനെ കേൾപ്പിച്ചാലോ. ഇല്ല, അൽഫോൺസ് എല്ലാ സ്ഥലത്തും പോയി പറയൂത്. ആ ഒരു BBC ന്യൂസായത്. അങ്ങനെ പാട്. വള്ളിക്കുടലിനുള്ളിലിരിക്കും പുള്ളിക്കുയിലെ പാടൂ. അതാ പാടു തന്നെ ശരിയാണോ? അല്ല, ആ അത് ശരിയാക്കപ്പോ പാടൂ പാടൂ ഓ പാടൂ ആ അടുത്ത പുള്ളിക്കുയിലെ പാടൂ. അത് കണ്ടോ? ധീരി പാടു 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 പാടൂ പാടു പാടൂ പാടു പാടൂ പാടു പാടൂ നന്നായിട്ട് പാടു. പുള്ളിക്കുയിലെ പാടൂ. ആ അതങ്ങ് ബ്രേക്ക് ചെയ്യാൻ മോളെ. അങ്ങനെ ഒരു മെന്റൽ ബ്ലോക്ക് കിടപ്പുണ്ടെന്ന് എനിക്കത് വരത്തില്ലയോ, അവിടെ തെറ്റുപോന്ന് അതങ്ങ് എടുത്ത് കളയുക. പറയുമ്പോൾ പാറുവിൻ്റെ തലയിലേക്ക് അത് വലിച്ചെറിയുക. എറിഞ്ഞിട്ട് വന്ന് ഇവിടെ അങ്ങ് പാടുക. കൂളായിട്ട് ഇങ്ങനെയുള്ള ഓരോ സാധനം നമ്മൾ ചുമന്നുകൊണ്ടിരുന്നാലേ മോളെ നമ്മൾ പാടുന്നതിൽ എല്ലാത്തിലും അത് വരും. അതിങ്ങനെ അതിൻ്റെ ഒരു കരിനിഴൽ വീണോണ്ടിരിക്കും കേട്ടോ മുത്തേ. അവിടെ എൻ്റെ വലിയ അടുത്ത ആളാ, തൊട്ടടുത്ത. അടുത്ത മഞ്ചരി ചേച്ചിയാണല്ലോ. പക്ഷെ ഓ നോ, ഇത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഇരിക്കുന്ന ജീവിയോ? അതാ പറയാ, അടുത്ത പേര് പറയാൻ വരുമായിരുന്നു മകളെ. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടുള്ള ആ പാടു. അത് അൽഫോൺസ് പറഞ്ഞു. അത് മോളത് കറക്റ്റ് ആയിക്കൊള്ളൂടാ. പിന്നെ ഈ മിന്നാമിന്നികൾ അതൊന്ന് പാടാമോ? മിന്നാമിന്നികൾ വന്നതിരേൽ പൂക്കുന്ന പൂക്കളുമായി. മോളെ എനിക്കുള്ള ഒരു ഡൗട്ടാണ്, മിന്നാമിന്നിങ്ങൾ വന്നതിരേൽപ്പു ആണോ വന്നെതിരേൽപ്പു ആണോ? വന്ന് എതിരേൽപ്പു എന്ന് പറഞ്ഞാൽ ചേർത്ത് വരുമ്പോൾ വന്ന് എതിരേൽപ്പു ആണ് വരേണ്ടത്. വന്നതിരേൽപ്പു എന്നൊരു വാക്കില്ല, അങ്ങനെ ഒരു വ്യാകരണം ഇല്ല മലയാളത്തിൽ. വന്ന് എതിരേൽപ്പു, വന്ന് എതിരേൽപ്പു അല്ലേ? അപ്പൊ അങ്ങനെ പാടൂ. മിന്നാമിന്നികൾ വന്നെതിരേൽപ്പൂ, മിന്നാമിന്നികൾ വന്നെതിരേൽപ്പൂ കൊന്ന പൂക്കളുമായി. ഇപ്പോഴൊക്കെ ആ ഒരു കണക്റ്റിനെല്ലാം മോക്കൊരു ചെറിയ പ്രോബ്ലം, ഒരു ഇരുള് ബാധിച്ചിട്ടുണ്ട്. അതെടുത്ത് ദൂരെ കളയുക ആദ്യം കേട്ടോ മക്കളെ. എല്ലാം കൂളായിട്ട് പാടുകടാ. അത് ഒരു ഈസ് നമുക്ക് ആ മോള് പാടുക. ആഹാ ഈസിയായിട്ട് അവള് പാടിത്തരുന്നത് തോന്നില്ല. അത് ഇവിടെ ഒരു പിടുത്തം അത് വേണ്ട മോളെ കേട്ടോ. അതേ ഉള്ളൂ, ബാക്കിയൊക്കെ കുഴപ്പമില്ല. ഒരു നല്ല രസമുള്ള പാട്ട് എടുത്തുകൊണ്ട് വന്ന് മോള് പാടി. പക്ഷേ ഇത് കറക്റ്റ് ചെയ്യണം. കാര്യം ഇതുപോലുള്ളതൊക്കെ അല്ലേ ഈ പാട്ടിൻ്റെ ജീവൻ. അപ്പം അത് നമ്മൾ നന്നായിട്ട് പാടുമ്പോൾ അല്ലേ അതിനൊരു ഗുമ്മുണ്ടാവുക അല്ലേ മോളെ? അപ്പൊ ശരിയായിക്കൊള്ളു കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. ചേച്ചി പാർവണക്കുട്ടി നന്നായി പാടിയില്ല, സൂപ്പറായിരുന്നു. മോള് പാടിയ കാര്യങ്ങളിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും സാർ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വരി, താമസമെന്തിനി താമര പൈങ്കിളി. ആ താമര പൈങ്കിളി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് 2 പ്രാവശ്യം ഉണ്ട്. അത് ആ സ്ഥലം എത്തിയപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് മോള് റിലാക്സ് ആയി. അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ കുറച്ച് മോളിൽ പാടുന്ന ഹയർ രജിസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് പാടി. വീണ്ടും താഴോട്ട് വരുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ എന്തോ, പിന്നെ ഇടയിൽ നിർത്തി. പക്ഷെ എന്നാലും അവിടെ ശ്വാസമൊക്കെ എടുത്ത് റെഡിയായി ആ താളത്തിൽ തന്നെ വന്ന് നിന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു മോക്ക് ഇതിലും നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുടെ ആവശ്യമില്ല. ഈ വേദിയിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഡാൻസ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താണ് ഇന്നെന്താണ് ഒരു ഉഷാറില്ലായ്മ ഉണ്ടോ? ഇല്ല. ഫുഡ് കഴിച്ചില്ല? കഴിച്ചു. പാറുവിനെ ഇഷ്ടല്ല? ഇഷ്ടല്ല? ഞങ്ങളെ ഇഷ്ടല്ല? പിന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, എല്ലാരും ഇഷ്ടമാണ്. പിന്നെ എന്താണ്? ഇനി എനിക്ക് ആ ഫസ്റ്റ് ലൈൻ ഒന്ന് ചിരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യും. അതാ കോൺഫിഡന്റ് ആയിട്ട്. ഞങ്ങൾ ജഡ്ജ് ചെയ്യുന്നില്ല ഇതിന്. വള്ളിക്കുടലിനുള്ളിലിരിക്കും പുള്ളിക്കുയിലെ പാടൂ, പുള്ളിക്കുയിലെ പാടൂ,
മാനം പൂത്തതറിഞ്ഞില്ലേ മലർമാല കൊരുക്കാൻ പോരൂ, മാല കൊരുക്കാൻ പോരൂ. വള്ളിക്കുടിലിനുള്ളിലിരിക്കും പുള്ളിക്കുയിലെ പാടൂ, പുള്ളിക്കുയിലെ പാടൂ. മാനം പൂത്തതറിഞ്ഞില്ലേ മലർമാല കൊരുക്കാൻ പോരൂ, മാല കൊരുക്കാൻ പോരൂ. വെള്ളിച്ചിലങ്കയണിഞ്ഞും കൊണ്ടൊരു പെണ്ണ്, വള്ളുവനാടൻ പെണ്ണ്. നിന്റെ പള്ളിക്കുടിലിനുള്ളിൽ ഇന്നലെ വിരുന്നു വന്നു, വെറുതെ വിരുന്നു വന്നു. വെള്ളിച്ചിലങ്കയണിഞ്ഞും കൊണ്ടൊരു പെണ്ണ്, വള്ളുവനാടൻ പെണ്ണ്. മക്കളെ എന്തിനാ കാണിച്ചത്? എനിക്ക് ഞാൻ പേടിച്ചു വല്ല ബാധ കൂടിയതായിരിക്കുമെന്ന്. വൈകയെ കണ്ട് പേടിച്ചു ഞാൻ. ഒന്ന് മഞ്ചരി ഒന്നുകൂടെ പാടാമോ? ഞാൻ വൈകയായിട്ടൊന്ന് അഭിനയിക്കാം. വെള്ളിച്ചിലങ്കയണിഞ്ഞും കൊണ്ടൊരു പെണ്ണ്, വള്ളുവനാടൻ പെണ്ണ്. നിന്റെ വള്ളിക്കുടിലിനുള്ളിൽ ഇന്നലെ വിരുന്നു വന്നു, വെറുതെ വിരുന്നു വന്നു. അത്രേ ഉള്ളൂ. ഒരു സ്റ്റെപ്പും കൂടി ഉണ്ടായിരുന്നു ചേർത്തേട്ടാ, ഇങ്ങനെ സൈഡിലേക്ക്. ഇങ്ങനെ എന്തൊരു ആയാസം, എന്തൊരു വൃത്തിയുണ്ട്. ഞാൻ എനിക്ക് എന്തൊരു ആയാസമായെന്നറിയാ. വയ്യാതെ എനിക്ക് റെസ്റ്റ് വേണം. കണ്ടോ? ഞാൻ ഇവിടെ കോൺസെൻട്രേഷൻ എന്നോട് സൈഡിൽ നിന്ന് ഡയറക്റ്റ് ചെയ്തല്ലോ. പാടിയാ മതി, എന്നെ നോക്കണ്ട, പാടിയാ മതി, എന്നെ നോക്കണ്ട. അല്ലെ പാടി നിർത്താൻ പറഞ്ഞത്. അപ്പൊ അങ്ങ് പേടിച്ചങ്ങ് നിർത്താനാണോ പറഞ്ഞത്? പാടിക്കൊണ്ടിരിക്കുന്ന ഞാൻ പാട്ടിന്റെ ചരിത്രം നിർത്താനും പറ്റുന്നില്ല, പാടിക്കൊണ്ടിരിക്കുക, നിർത്താനും പറ്റുന്നില്ല. പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് കാര്യമില്ല. പക്ഷെ എല്ലാരും കൂടെ കൈ അടിച്ചപ്പോഴത്തേക്ക് മോക്കൊരു അവള് എനർജി full അതിനകത്തോട്ട് involved ഓർക്കസ്ട്രയിലുള്ളവര് വരെ കൈ അടിച്ച് മോളെ പ്രോത്സാഹിപ്പിക്കായിരുന്നു. കംപ്ലീറ്റ് ഇൻവോൾവ് ആയതാ ആ പാട്ടിനകത്ത് അല്ലേ? ആ പിന്നെ എന്റെ പെണ്ണാളെ ഒന്ന് ചിരിക്ക്. ഹാപ്പി അല്ലേ? ഇതിലും ഹാപ്പി ആയിട്ട് ഇനിയും പാടാൻ പറ്റും. ഓക്കെ, ടെൻഷൻ വേണ്ട, കോൺഫിഡന്റ് ആയിട്ട് പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, മാർക്സ് ചോദിക്കാം. മക്കളെ ഓ 8.3 മോളെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ചേച്ചി 8.4. താങ്ക് യു മാം. So total 16.7. ഓക്കെടാ. Ni pa maga sa sa